സമ്മർ ടൈമിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫാബ്രിക് കോട്ടൺസിൻ്റെ കൂടെ തന്നെ ഒട്ടും കുറയ്ക്കാതെ തന്നെ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലിനൻ ഫാബ്രിക്കിനകത്ത് ഷിബോരി പ്രിൻറ്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച് സൽവാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് കളർ ഗ്രേ ആണ്. ഗ്രേക്കകത്ത് യോക്ക് പോർഷനിൽ മൾട്ടി കളർ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു വർക്ക് വന്നിട്ടുണ്ട്. സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ലൈലാക്ക് അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ഷെയ്ഡ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡ്. സമ്മർ ടൈം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലൈവ്ലി കളേഴ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ കളേഴ്സിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ബേസിൻ്റെ കൂടെ ബ്രൈറ്റർ കളേഴ്സ് ആകുമ്പം ആ കളേഴ്സ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും നമുക്ക് വെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ കാണിച്ചു തരാം. അന്നേരം നമുക്ക് അതിൻ്റെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അതുകൂടാതെ തന്നെ കമൻസിനകത്ത് മെൻഷൻ ചെയ്യണം നിങ്ങൾക്ക് ഈ കളേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് സെറ്റ് വന്നേക്കുന്നത്. ഫുള്ളായിട്ട് ആ ഷിബോരി പാറ്റേൺ നല്ല ലോങ് ലെങ്തി പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഫ്ലാപ്പ് പാറ്റേണിൽ, അതായത് വീനെക്ക് പാറ്റേണിനകത്ത് ഫ്ലാപ്പ് ഡിസൈനോട് കൂടിയിട്ടാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ആൻഡ് ഇത് നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തയ്ച്ചിരിക്കുന്ന ഈ ഒരു സെറ്റും ഇതേപോലെ തന്നെ നെക്ക് പാറ്റേൺസ് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡെപ്തിലോട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എന്തോരാണോ നമുക്ക് ഡെപ്ത് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ആ ഒരു പീസ് കൊടുത്ത് കവർ ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടവും ദുപ്പട്ടയും സറ്റൂൺ ഫാബ്രിക്കിൻ്റെ ഗ്രേ കളറിലുള്ള ബോട്ടം ആൻഡ് ബഗൽപൂരി ലിനനകത്താണ് കേട്ടോ ദുപ്പട്ട വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട, ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. അപ്പം ഈ സെറ്റ്സിൻ്റെ ബാക്കി കളേഴ്സും കൂടെ നമുക്ക് ഓടിച്ച് കാണാവേ. ഇതെല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ബ്രൈറ്റ് പിങ്ക് പീച്ച് കളർ ഉണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് പീച്ച് കളറാണ്. ആൻഡ് അതിൻ്റെ കൂടെ ബനാറസി അല്ല ബഗൽപൂരി പ്രിൻറ്റിൽ വന്നിരിക്കുന്ന റിച്ച് ദുപ്പട്ട. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ കൂട്ടത്തിൽ തന്നെ വന്നിരിക്കുന്ന ലൈലാക്ക് ടോൺ. ലൈലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരിയും കൂടി ഒരു പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ആ ഒരു കളർ പാലറ്റാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഹെവിനെസ് നമ്മൾ ആ ഡിജിറ്റൽ പ്രിൻറ്റിലും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ വെയർ ചെയ്തിട്ട് നമ്മൾ കിടക്കുമ്പോൾ. ഇതാണ് ഫുൾ സെറ്റിൻ്റെ ലുക്ക്. അപ്പം ഈ കളക്ഷൻസ് എല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. തൊട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. BLD എന്ന കോഡിലാണ് വന്നിട്ടുള്ളത്. 2800 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് എൻ്റെ കയ്യിലൊരു 3 സാരീസ് ഉണ്ട്. മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. അതിലും നമുക്ക് ഫുള്ളി ഒരു ഫ്ലവർ പാറ്റേണിലാണ് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ആൻഡ് ഫുള്ളായിട്ട് നമുക്ക് ലോവർ പോർഷനിൽ നോക്കുവാണെങ്കിലും ഒരു ചെറിയൊരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതിലും ഒരു ഫ്ലവർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അപ്പറിലും ലോവറിലും ഈ ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങിലും ഫ്ലോറൽ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങിലാണ് ഫ്ലവർ വന്നിട്ടുള്ളത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ നോക്കുവാണെങ്കിൽ അതിലും ഫുള്ളായിട്ട് ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഷോർട്ട് പല്ലു കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുള്ളത്. ആൻഡ് കോട്ടയിൽ വന്നിട്ടുള്ള സാരിയാണ്. നമുക്ക് ഈ ഒരു സമ്മർ ടൈമിലും നമുക്കൊരു വർക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് കംഫർട്ടായിട്ട് എടുത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സാരി മസ്റ്റായിട്ട് ചൂസ് ചെയ്യാം. ആൻഡ് പ്ലീറ്റ് എടുക്കാനാണെങ്കിലും 1 ലെയർ ഇട്ട് എടുക്കാനാണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ്. ഞാനൊന്ന് പ്ലീറ്റ് എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയും കൂടെയാണ്. കാരണം നമ്മളൊരു 5-10 മിനിറ്റ്സിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഡ്രേപ്പ് ചെയ്ത് ഉടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. പ്ലീറ്റ്സ് ഒക്കെ കണ്ടാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയും കൂടെയാണ്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ്. ഫുള്ളി പ്രിൻറ്റഡിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് പീച്ച് ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് സാരി ഫുള്ളി നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട്
ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യണമെങ്കിലും ഒരു അഫോർഡബിൾ 1 സംതിങ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അഫോർഡബിൾ റേഞ്ചിലാണ് ഫുള്ളി നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് പല്ലുവിൻ്റെ പോർഷൻ വരുന്നതും ഇങ്ങനെ ഫുള്ളി ഒരു ബ്രൊക്കേഡ് സ്റ്റൈലിലാണ് ഫ്ലോറൽ പാറ്റേൺ ഫുള്ളായിട്ട് നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നോക്കുവാണെങ്കിലും ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SSN 165 എന്ന കോഡിൽ 1129 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. കാഷ്വലായിട്ടാണെങ്കിലും ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു സെമി ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു കുർത്താസൊക്കെ എടുത്തിടണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിക്കുന്ന കുർത്താസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ബോട്ടവും ദുപ്പട്ടയും ഒന്നും വരില്ല, ജസ്റ്റ് ടോപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഒരു 6 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. ബോഡിയിൽ നമുക്ക് ഫുള്ളായിട്ട് സോളിഡായിട്ടാണ് വന്നിട്ടുള്ളത്. യോക്ക് പോർഷൻ വരെ ഒരു കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും വർക്ക് വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ഒരു ഫ്ലവർ പാറ്റേണിലാണ് വരുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ ഒരു ഹാൻഡ് എംബ്രോയിഡറി കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവാണ് വരുന്നത്. സ്ലീവ്സിൻ്റെ എൻഡ് പോർഷനിൽ ഒരു പാച്ചല്ല ഒരു പാനൽ കട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സൈഡ് സ്ലിറ്റാണ് വരുന്നത്, വിത്ത് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. പിന്നെ എല്ലാത്തിലും സെയിം ആയിട്ട് വരുന്നുള്ള ഈ ഒരു യോക്ക് പോർഷൻ വരെയുള്ള വർക്ക്സ് ആണ്. ആൻഡ് ബോഡിയിൽ താഴോട്ട് നമുക്ക് സോളിഡായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിലും സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്, ഇത് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ പെട്ടെന്ന് ലിനൻ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കംഫർട്ടായിട്ട് നിൽക്കുന്ന രീതിക്കാണ് ഈ ഒരു ടോപ്പും കൂടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷൻ വരുന്നത് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു റൗണ്ട് കട്ടിൽ തന്നെ സെൻറ്ററിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് ഒരു വി ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു നെക്ക് വന്നിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടായിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് കുർത്താസും കൂടെയാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു സാരിയൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ടോപ്പൊക്കെ വേണം, ടോപ്പാണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുർത്ത നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കേട്ടോ. ആൻഡ് ഇതിൽ നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും ഈ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ വർക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു മൗവ് ഷെയ്ഡാണ്. പിന്നെ ഇതിലും സെയിം ആയിട്ട് തന്നെ വന്നിട്ടുള്ള എല്ലാത്തിലും ഈ ഒരു മോവിൻ്റെ കൂടെ തന്നെ ഒരു ടോൺ ഡാർക്ക് ടോണിലാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെയും ഈ ഒരു കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും കളറ് കൊടുത്ത് ഹാൻഡ് വർക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ലാവൻഡർ ഷെയ്ഡാണ്. എല്ലാത്തിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്കും കാര്യങ്ങളുമാണ്. ആൻഡ് ലാസ്റ്റ് വൺ വന്നേക്കുന്നത് ഈ ഒരു ചിക്കു ഷെയ്ഡാണ്. ആൻഡ് ഇതിലും ഈ ഒരു എംബ്രോയ്ഡറി വർക്കും ഈ ഒരു ഹാൻഡ് വർക്കൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 3/4 സ്ലീവാണ്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് YAS 123 എന്ന കോഡിൽ 1609 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും.